പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ SBO പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 2024 ഏപ്രിൽ മാസം മുതൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാം ലഭിക്കാൻ പോകുന്ന അധിക വരുമാനമായ ഇൻട്രോ ബോണസിനെ കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുവാനായി സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക. SBO പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 20% കുറവ് വരുത്തിയ ശേഷം ബാക്കിയുള്ള സംഖ്യയായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു ചേരുക. ഡിഡക്റ്റ് ചെയ്യുന്ന 20% നിന്നാണ് അവരുടെ അപ്ലൈനർ, അതായത് സ്പോൺസർക്ക് ഇൻട്രോ ബോണസ് ലഭിക്കുന്നത്. ഇൻട്രോ ബോണസ് ലഭിക്കുവാൻ നിങ്ങളുടെ റഫർ ലിങ്ക് ഉപയോഗിച്ച് SBOയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ താഴെ നമ്മുടെ ഡയറക്റ്റ് റഫറായി വന്നിട്ടുള്ള ആളുകൾ ജോലി ചെയ്ത് വരുമാനം നേടുമ്പോൾ ആ വരുമാനം വർക്കിംഗ് വാലറ്റ് അല്ലെങ്കിൽ നോൺ വർക്കിംഗ് വാലറ്റ് എന്നീ 2 വാലറ്റുകളിലായിരിക്കും ഉണ്ടാവുക. ഈ വാലറ്റുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് ബാങ്കിലേക്ക് പിൻവലിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ വർക്കിംഗ് വാലറ്റ് അല്ലെങ്കിൽ നോൺ വർക്കിംഗ് വാലറ്റിൽ നിന്ന് പണം അഫിലിയേറ്റ് വാലറ്റിൽ അല്ലെങ്കിൽ പർച്ചേസ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അഫിലിയേറ്റ് വാലറ്റിൽ വരുന്ന പണം നമുക്ക് ബാങ്കിലേക്ക് പിൻവലിക്കാം. എന്നാൽ പർച്ചേസ് വാലറ്റിൽ കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് SBO നിർദ്ദേശിക്കുന്ന സമയം മുതൽ SBOയുമായി സഹകരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതാണ്. അത് ചിലപ്പോൾ നമ്മുടെ പരിസരത്തുള്ള സ്ഥാപനമോ ഓൺലൈൻ സ്ഥാപനമോ ആകാം. എന്നാൽ 2024 ഏപ്രിൽ മാസം മുതൽ 6-7 മാസത്തേക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന നിബന്ധന ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പണം അഫിലിയേറ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാവുന്നതാണ്. നമ്മുടെ വർക്കിംഗ് അല്ലെങ്കിൽ നോൺ വർക്കിംഗ് വാലറ്റിൽ നിന്ന് അഫിലിയേറ്റ് അല്ലെങ്കിൽ പർച്ചേസ് വാലറ്റിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ 10% കുറവ് വരുത്തി ബാക്കി സംഖ്യയായിരിക്കും അഫിലിയേറ്റ് അല്ലെങ്കിൽ പർച്ചേസ് വാലറ്റിലേക്ക് വന്നു ചേരുക. കുറവ് വരുത്തുന്ന ആ 10% സംഖ്യ അത് എത്രയാണോ അത് നമ്മുടെ അപ്ലൈനിന്, അതായത് സ്പോൺസർക്ക് ഇൻട്രോ ബോണസായി ലഭിക്കും. അതിനുശേഷം പർച്ചേസ് വാലറ്റിലെ പണം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോഴോ അഫിലിയേറ്റ് വാലറ്റിലെ പണം വിഡ്രോവൽ ചെയ്യുമ്പോഴോ ആദ്യ സംഖ്യയുടെ 10% വീണ്ടും കുറവ് വരുത്തുകയും, അതായത് 5% അഡ്മിൻ ചാർജായും 5% TDS ആയും കുറവ് വരുത്തിയ ബാക്കി സംഖ്യയായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ താഴെയുള്ള ഒരു ഡയറക്റ്റ് റഫറൽ ഒരു മാസം 10,000 രൂപ അഫിലിയേറ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 10,000 രൂപയുടെ 10%-മായ 1,000 രൂപ നിങ്ങൾക്ക് ഇൻട്രോ ബോണസായി നിങ്ങളുടെ അഫിലിയേറ്റ് വാലറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻട്രോ ബോണസ് വാലറ്റിലേക്കോ ഉടനെ വന്നു ചേരും. ആ പണം നിങ്ങൾക്ക് നേരിട്ട് വിഡ്രോൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ എത്ര ആളുകളെ നിങ്ങൾ ഡയറക്റ്റ് റഫറലായി കൊണ്ടുവന്നിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം 10% വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 10,000 രൂപയിൽ നിന്ന് 1,000 രൂപ പോയിട്ട് ബാക്കിയുള്ള 9,000 രൂപ അവരുടെ, അതായത് റഫറലിൻ്റെ അഫിലിയേറ്റ് വാലറ്റിൽ വന്നു ചേരും. ആ 9,000 രൂപ ആ വ്യക്തി വിഡ്രോവൽ ചെയ്യുമ്പോൾ വീണ്ടും ആദ്യ സംഖ്യയായ 10,000 രൂപയുടെ 10%-മായ 1,000 രൂപ കിഴിവ് ചെയ്യുകയും, അതായത് 500 രൂപ അഡ്മിൻ ചാർജും 500 രൂപ TDS ആയും ബാക്കി തുകയായ 8,000 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരുകയും ചെയ്യുന്നു. അതായത് 10,000 രൂപ സമ്പാദിക്കുന്ന വ്യക്തി 20% കുറവ് വരുത്തി ബാക്കി 8,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരും. എന്നാൽ ഇൻട്രോ ബോണസായി ലഭിക്കുന്ന സംഖ്യയിൽ നിന്ന് 5% അഡ്മിൻ ചാർജും 5% TDSും ആകെ 10% മാത്രമേ കുറവ് വരുത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻട്രോ ബോണസ് ലഭിക്കുന്ന വ്യക്തിയുടെ സ്പോൺസർക്ക് ആ ഇൻട്രോ ബോണസായ സംഖ്യ ലഭിക്കുന്നതല്ല. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വീണ്ടും കാണുക, കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വീണ്ടും കാണുമല്ലോ. നന്ദി.